ആദ്യ ദിനം മുതൽ ഒരേപോലെ ഗ്രാഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരൊറ്റ മത്സരാർത്ഥിയേ നിലവിലുള്ളൂ. അത് ജിൻഡോയാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. അഭിഷേക് ശ്രീകുമാർ. വന്ന 2-3 ദിവസം അസാധ്യ പ്രകടനമായിരുന്നു. നല്ല സപ്പോർട്ടും പുറത്ത് കിട്ടിയിരുന്നു. പക്ഷേ ഒരു യെല്ലോ കാർഡ് കൊടുത്ത് അഭിഷേക് ശ്രീകുമാറിനെ ഒതുക്കിക്കളഞ്ഞു. പിന്നെ എന്ത് പ്രതികരിക്കണം, എവിടെ പ്രതികരിക്കണമെന്നറിയാതെ മിണ്ടാതിരിക്കുന്ന അഭിഷേക് ശ്രീകുമാറിനെയാണ് കണ്ടത്. അടുത്തത് സിബിന്. നല്ല പ്രകടനം, നല്ല രീതിയിൽ ഗെയിം കളിച്ചു, നല്ല ഗെയിം പ്ലാൻ എല്ലാമായിരുന്നു. പക്ഷേ ഇന്നലത്തോടെ ഒന്ന് സൈഡാക്കി കളഞ്ഞു. ഇനി എന്താകുമെന്ന് കണ്ടറിയാം. പക്ഷേ ജിൻഡോയെ നോക്കാം. ഇതുപോലെ തന്നെ പല രീതിയിൽ ജിൻഡോയെ സൈഡാക്കാൻ നോക്കിയതാണ്, പല രീതിയിൽ പലരും ചേർന്ന്. പക്ഷേ എവിടെ, എങ്ങനെ, എന്തൊക്കെ ചെയ്യണമെന്ന് ജിൻഡോയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. എവിടെ ചിരിക്കണം, എവിടെ കരയണം, എവിടെ ഗെയിം കളിക്കണം, എവിടെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ കൃത്യമായി അറിയുന്ന ജിൻഡോ അത് കൃത്യമായി ചെയ്യുകയും ഡേ 1 മുതൽ ഇന്നേ ദിവസം വരെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരൊറ്റ മത്സരാർത്ഥി മാത്രമേ നിലവിൽ അവിടെയുള്ളൂ. അത് ജിൻഡോയാണ്. ജിൻഡോയെ വീഴ്ത്തുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ്. കാരണം വളരെ കാലിബറുള്ള ഒരു മത്സരാർത്ഥിയാണ്. പല ടൈമിൽ പല രീതിയിൽ ഗെയിം മാറ്റാൻ കഴിയുന്ന ഒരു മത്സരാർത്ഥി.